Hi students, next topic Bhakti, Sikhism, Islam, Sufism, Christianity and modern philosophy. First topic Bhakti. Bhakti movement in India from 7th to 13th century AD gave more importance to devotion and practice of values than rituals. സോ ഭക്തി മൂവ്മെൻറ്റ് 7th to 13th സെഞ്ച്വറിയിലാണ് ഭക്തി പ്രസ്ഥാനം എന്ന് കേട്ടില്ല ഭക്തി മൂവ്മെൻറ്റ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. സോ ഹിയർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ഡിവോഷൻ മീൻസ് ഭക്തിക്കാണ് പ്രാധാന്യം ആൻഡ് പ്രാക്ടീസ് ഓഫ് വാല്യൂസ് ആൻഡ് റിച്വൽസ്. നമ്മൾ വാല്യൂസ് അതേപോലെ റിച്വൽസ് എല്ലാം നമ്മൾ നമ്മുടെ ഓരോ ആചാരങ്ങൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. It is very important to realize that devotion to one God did not mean that you could not worship another. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ റിയലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഡിവോഷൻ ടു വൺ ഗോഡ്, നമുക്ക് ഒരു ദൈവത്തിനോട് ഭക്തി ഉണ്ടെങ്കിൽ ദാറ്റ് ഡിഡ് നോട്ട് മീൻ ദാറ്റ് യു കുഡ് നോട്ട് വർഷിപ്പ് അനദർ. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നല്ല, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ദൈവത്തിനെ വർഷിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും അല്ല. സോ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മളൊരു ദൈവത്തിനെ വിശ്വസിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ദൈവത്തിന് നമുക്ക് വർഷിപ്പ് ചെയ്യാം, ഒരു ദൈവത്തിനെ മാത്രമല്ല. ഇൻ ദിസ് വേ ഇറ്റ് ഈസ് എൻകറേജ് ടോളറൻസ് ആൻഡ് ലവ്, മതസഹിഷ്ണുത അല്ലെങ്കിൽ ലവ് സ്നേഹം ഫോർ ഓൾ റിലീജിയൻസ്. അപ്പോൾ എല്ലാ മതത്തിനോടും നമ്മളൊരു ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ടോളറൻസ് അതേപോലെ തന്നെ ലവ് ആണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഭക്തി പ്രസ്ഥാനത്തിൽ ഫേമസ് ഭക്തി സെയിൻസ് ആർ ശങ്കരാചാര്യ, രാമാനുജ, രാമാനന്ദ, കബീർ, ശ്രീ ചൈതന്യ ആൻഡ് മീരാബായ്. ദ ഭക്തി മൂവ്മെൻറ്റ് ഫോക്കസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ലവ്, ഡിവോഷൻ ആൻഡ് ടോളറൻസ്. സോ ഭക്തി മൂവ്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വാല്യൂസ്, പ്രധാനപ്പെട്ട വാല്യൂസ് എന്ന് പറയുന്നത് ലവ് സ്നേഹം, ഡിവോഷൻ ഭക്തി, ടോളറൻസ് മീൻസ് സഹിഷ്ണുത. സോ ഭക്തി മൂവ്മെൻറ്റിൽ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ, ഡിവോഷൻ ടു വൺ ഗോഡ് ഡസ് നോട്ട് മീൻസ് ദാറ്റ് യു കുഡ് നോട്ട് വർഷിപ്പ് അനദർ. നമ്മളൊരു ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നല്ല അർത്ഥം, മറ്റൊരു ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വർഷിപ്പ് അല്ലെങ്കിൽ ഡിവോഷനാണ് ഭക്തി മൂവ്മെൻറ്റിൽ പറയുന്നത്. സോ അവിടെ ഭക്തി മൂവ്മെൻറ്റിൽ മെയിനായിട്ടുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് സെയിൻസ് മീൻസ് സന്യാസിമാർ, ശങ്കരാചാര്യ, രാമാനുജ, രാമാനന്ദ, കബീർ, ശ്രീ ചൈതന്യ ആൻഡ് മീരാബായ്. നെക്സ്റ്റ് Sikhism was started by Guru Nanak. It was based on bhakti and rejected the supremacy of Brahmins. സോ ഇവിടെ സിക്കിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഗുരു നാനക്ക് ഭക്തിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ദെൻ ബ്രഹ്മിൻസിൻ്റെ സുപ്രീമസി അവിടെ റിജക്റ്റ് ചെയ്യുന്നു. സോ ഇവിടെ ഇമ്പോർട്ടൻസ് ഈസ് ഭക്തിയാണ്. ഗുരു നാനാക്സ് ടീച്ചിങ് ഈസ് പ്രാക്ടീസ് ഇൻ 3 ways. ഗുരു നാനാക്കിൻ്റെ ടീച്ചിങ്സ്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് 3 തരത്തിലാണ് വരുന്നത്. ചാൻറ്റിങ്, ദാറ്റ് ഈസ് നാമജപ, ദ ഹോളി നെയിം ആൻഡ് ദസ് റിമെമ്പറിങ് ഗോഡ് അറ്റ് ഓൾ ടൈംസ്. നമ്മളെപ്പോഴും നാമം ജപിക്കുക, ദൈവത്തിൻ്റെ പേര് എല്ലായ്പ്പോഴും ഇങ്ങനെ ഓർമ്മിക്കുക. കെയർലെസ് ഡിവോഷൻ ടു സീസ്ലെസ് ഡിവോഷൻ ടു ഗോഡ്, നമ്മൾ ഒരു അന്തമില്ലാത്ത അവസാനമില്ലാത്ത ഒരു അതിർത്തികളില്ലാത്തൊരു ഭക്തി ദൈവത്തിനോട് നമുക്ക് വേണം. ഏണിങ് മീൻസ് കിരാത് കരു, നമ്മൾ എങ്ങനെ കിരാത് മീൻസ് ഏണിങ്, നമ്മൾ ജീവിക്കാനുള്ള എന്താണ് വരുമാനം ഉണ്ടാക്കുന്നത്. ഓർ മേക്കിംഗ് എ ലിവിങ് ഓണസ്റ്റ്ലി വിത്തൗട്ട് എക്സ്പ്ലോയിറ്റേഷൻ, സത്യസന്ധമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഇൻകം ഉണ്ടാക്കാൻ. വിത്തൗട്ട് എക്സ്പ്ലോയിറ്റിങ്, ആരെയും ചൂഷണം ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ ഫ്രോഡ് പാടില്ല. ദെൻ ഷെയറിങ് വിത്ത് അതേഴ്സ്, നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം. വന്ത് ചക്കോ, ദാറ്റ് ഈസ് ഷെയറിങ്, ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ദോസ് ഇൻ നീഡ് എന്നാണ് അർത്ഥം. നമ്മൾ ആവശ്യമുള്ളവർക്ക് അവർക്ക് നമ്മൾ സഹായം ചെയ്യണം. സോ 3 രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിൽ പറയുന്നത് ഗുരു നാനാക്ക്. ചാൻറ്റിങ്, that is remembering God at all times. Earning, that is making money or living without exploitation or fraud. Vandchako, that is helping those in need. Islam. When Islam was introduced in India by the Muslims in the 8th century AD, both Hinduism and Islam had coexisted for centuries.
ഇസ്ലാം 8th സെഞ്ച്വറി AD ഇന്ത്യയിൽ വന്നത്. സോ അവിടെ രണ്ട് കൾച്ചറും ഒരേ സമയത്ത് തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. Mughal Emperor Akbar's Din-i-Ilahi as an attempt to form a new religious policy taking the best practice of all religions. So മുഗൾ എംപറർ ആയിട്ടുള്ള അക്ബറുടെ ദിൻ-ഇലാഹിയിൽ ഒരു റിലീജിയസ് പോളിസിയാണ്. അതിലൂടെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ മതങ്ങളുടെയും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക എന്നൊരു കോൺസെപ്റ്റ്. അത് ദിൻ-ഇലാഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇൻ ഇസ്ലാം ഫ്രം 8th to 12th century AD 2 main philosophical thoughts were. ഇസ്ലാം മതത്തിൽ പ്രധാനമായിട്ട് 2 തോട്ടാണുള്ളത്. ഒന്ന് കലാം, ദെൻ നെക്സ്റ്റ് വൺ ഫൽസഫ. ഫൽസഫ മീൻസ് ഫിലോസഫി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അവിടെ മാത്തമാറ്റിക്സ് അതേപോലെ തന്നെ മറ്റുള്ള ഡിസിപ്ലിനുമെല്ലാം ഇതിൽ കറക്റ്റഡാണ്, ഫിലോസഫിയിൽ വരുന്നുണ്ട്. സോ ഇവിടെ 2 main philosophical thoughts were kalam. 2 main philosophical thoughts were kalam that deals with Islamic theological questions theological question കലാമിൽ വരുന്നത്. ആൻഡ് ഫൽസഫ മീൻസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രീക്ക് ഫിലോസഫി ഓഫ് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലാറ്റോ. ഫൽസഫ എന്ന് പറഞ്ഞാൽ ഫിലോസഫി എന്നൊരു തത്വചിന്ത, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ഇതെല്ലാം ചേർന്നാണ് ഫൽസഫ. ദർ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രീക്ക് ഫിലോസഫി. ഇവർക്കും ഗ്രീക്ക് ഫിലോസഫീനെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഇൻ ഇസ്ലാം വാഷിംഗ് വൺസെൽഫ് ബിഫോർ പ്രേയേഴ്സ്, regularity of prayers, fasting in the month of Ramzan and zakat or an obligatory payment for charitable purpose are very important. So ഇസ്ലാമിൽ വാഷിംഗ് വൺ സെൽഫ് ബിഫോർ പ്രേയറിന് മുന്നേ നമ്മൾ ക്ലീൻ ആക്കുക, വാഷിംഗ് ചെയ്യുക, ദെൻ കുളിക്കുക. അതേപോലെ തന്നെ റെഗുലാരിറ്റി ഓഫ് പ്രേയേഴ്സ്, നമ്മൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് പ്രാർത്ഥനകൾ. ദെൻ ഫാസ്റ്റിംഗ് ഇൻ ദ മന്ത് ഓഫ് റംസാൻ മാസത്തിൽ പ്രാർത്ഥന നടത്തുന്നത്. ആൻഡ് സക്കാത്ത്, അതായത് പാവപ്പെട്ടവരെ സഹായിക്കുക, ദാറ്റ് ഈസ് ഒബ്ലിഗേറ്ററി പേയ്മെൻറ്റ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്ലാം ഫിലോസഫിയിൽ. ദെർഫോർ ദ വാല്യൂസ് ഓഫ് ക്ലെൻലിനെസ്, നമുക്ക് വൃത്തി ഉണ്ടായിരിക്കണം, ഫാസ്റ്റിംഗ്, അതേപോലെ തന്നെ ചാരിറ്റി, ഇതിനാണ് ഇവിടെ ഇസ്ലാം മതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സോ ഇസ്ലാം മതം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അക്ബറുടെ ദിൻ-ഇലാഹിയിൽ എല്ലാ മതങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 2 കോൺസെപ്റ്റുകളുള്ളത് കലാം ആൻഡ് ഫൽസഫ ആണ്. ദെൻ മുസ്ലിം ഇതിൽ പ്രകാരം നമ്മൾ പ്രേയറിന് മുന്നേ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, വാഷ് ചെയ്തിട്ട് അതേപോലെ തന്നെ റെഗുലറായിട്ട് പ്രേയർ ചെയ്യും, ദെൻ ഫാസ്റ്റിംഗ് ചെയ്യും, സക്കാത്ത് നൽകും. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ദെൻ സൂഫിസം, ദ ഹയസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇസ്ലാമിക് ഫിലോസഫി എന്ന് പറയുന്നത് സൂഫിസമാണ്. ഹയസ്റ്റ് ഒരു മിസ്റ്റിക്കൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ മാജിക്കൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആസ്പെക്റ്റ് ആണ് ഇസ്ലാമിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ആസ്പെക്റ്റ് ആണ് സൂഫിസം എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലാണ് സൂഫിസം ഡെവലപ്പ് ചെയ്തത്. 13th 15th സെഞ്ച്വറിയിലാണ് സൂഫിസം വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് എ mystical of Islam and was influenced by the Greek philosophy of Aristotle and Plato. സോ ഇതും നമ്മുടെ ഗ്രീക്ക് ഫിലോസഫിയുടെ ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ളൊരു ഫിലോസഫിയാണ് സൂഫിസം. Sufis believe that all religions are manifestation of the desire to know the truth. സൂഫീസിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിസയർ ടു നോ ദ ട്രൂത്ത്. അതായത് അറിവിൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കും, സത്യം അറിയാനുള്ള ആഗ്രഹം. അവർക്ക് എന്ത് നൽകാണ്, മാനിഫെസ്റ്റേഷൻ, അവർക്ക് അതിനുള്ള ആൻസർ നൽകുക എന്നതാണ്, അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. അതാണ് സൂഫീസിൽ എല്ലാ മതങ്ങളും ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. സൂഫീസ് ബിലീവ് ദാറ്റ് ഓൾ റിലീജിയൻസ് ആർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഡിസയർ ടു നോ ദ ട്രൂത്ത്. ഇൻ സൂഫിസം ഡിവോട്ടി സീക്സ് ഡിവൈൻ ലവ് ആൻഡ് നോളേജ്. സൂഫിസത്തിൽ ഓരോ ഭക്തനും ദിവ്യമായിട്ടുള്ള സ്നേഹം, അതേപോലെ അറിവ്, അതാണ് ആഗ്രഹിക്കുന്നത്. ത്രൂ ദ ഡയറക്റ്റ് പേഴ്സണൽ എക്സ്പീരിയൻസ്
ഓഫ് ഗോഡ്. അവർക്കിത് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗുരു. അതേപോലെ നമുക്ക് ഗുരുവിൻ്റെ സഹായത്തോടു കൂടി നേരിട്ട് ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് നോളേജും ഇതെല്ലാം നമുക്ക് ലഭിക്കും, സ്നേഹവും ഒക്കെ ലഭിക്കും എന്നാണ് സൂഫിസത്തിൽ പറയുന്നത്. സോ ഇവിടെ സൂഫിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് കൺട്രോൾ, ലവിങ് ഡിവോഷൻ ടു ഗോഡ്. ഇറ്റ് ഈസ് പോസിബിൾ ടു യുണൈറ്റ് വിത്ത് ഗോഡ്. അതേപോലെ ഇവിടെ സെൽഫ് കൺട്രോൾ, ലവിങ്, കെയറിങ് ഒക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ ഇതിൽ പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് സെൽഫ് കൺട്രോൾ ആൻഡ് ലവിങ് ഡിവോഷൻ ടു ഗോഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു യുണൈറ്റ് വിത്ത് ദ ഗോഡ്. നമുക്ക് സെൽഫ് കൺട്രോളും അതേപോലെ തന്നെ നല്ല സ്നേഹം, ഭക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദൈവത്തിൽ ലയിക്കാം, യുണൈറ്റ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് ചേരാം. ഗോഡ് some famous Sufi saints are Nizamuddin Auliya, Nazruddin Chirag and Khwaja Muhammadin Chishti. സോ ഇതാണ് പ്രധാനപ്പെട്ട സൂഫി സന്യാസിമാർ. അപ്പോൾ സൂഫിയിൽ സ്നേഹത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഭക്തിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ക്രിസ്ത്യാനിറ്റിയാണ്. Christianity is in India is believed to have started in 52 AD ആണ്. Christian philosophy, God is in the beginning and the end. There is nothing greater than God. അവിടെ ദൈവത്തിന് അപ്പുറമായിട്ട് ഒന്നുമില്ല, എല്ലാറ്റിനും വലുത് ദൈവമാണ് എന്നാണ് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത്. Christians believes in the idea that Holy Trinity of the Father, Son and Spirit. ക്രിസ്ത്യാനിറ്റിയിൽ മെയിനായിട്ടൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹോളി ട്രിനിറ്റിയാണ്. അതായത് പിതാവും, ഫാദർ, സൺ, പുത്രൻ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നാണ് ഒരു ഹോളി ട്രിനിറ്റി പറയുന്നത്. While God have given human beings the gift of intelligence and free will, man is living in a state of wrongdoing from which or she has to saved or redeemed. ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബുദ്ധിശക്തി തന്നിട്ടുണ്ട്, ഫ്രീ വിൽ തന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ എങ്ങനെയാണ്? മനുഷ്യൻ ഇപ്പോഴും എന്ത് ചെയ്യാണ്? എ മാൻ ഈസ് ലിവിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റോങ് ഡൂയിങ്, തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ. ഫ്രം വിച്ച് ഹി ഓർ ഷീ സേവ്സ് റെഡ്യൂംഡ്, അവിടെ നിന്നാണ് അവർ രക്ഷിക്കേണ്ടത്. ദിസ് സാൽവേഷൻ ഓർ റിഡംഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹൂ ഡൈഡ് ഓൺ ദ ക്രോസ് ഓഫ് സേവ് മാൻകൈൻഡ്. മനുഷ്യർ അദ്ദേഹത്തിനെ സഹായിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ജീസസ് ക്രൈസ്റ്റിന് മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് ഈ മുക്തി ലഭിക്കാൻ ജീസസ് ക്രൈസ്റ്റിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ ജീസസ് ക്രൈസ്റ്റ് കുരിശിൽ കയറ്റി അദ്ദേഹം മരിച്ചതാണ്, കുരിശിലേറ്റിയതാണ് അദ്ദേഹത്തിന്. പിന്നെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ ലൈഫ് ഉണ്ട് എന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റേണൽ ലൈഫ് ഉണ്ട്, അല്ലെ, മരണാനന്തര ജീവിതമുണ്ട് എന്ന് പറയുന്നു. സോ ദ കോൺസെപ്റ്റ് റിയഷുറൻസ്, ഇറ്റേണൽ ലൈഫ് ആൻഡ് ആഫ്റ്റർ ഡെത്ത് ഈസ് എസെൻഷ്യൽ ടു ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയിൽ ആഫ്റ്റർ ഡെത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്, മരണാനന്തര ജീവിതം. ലവ് ദേ നൈബർ ആസ് ദൈസെൽഫ്, അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റിയിലാണ്. ഫോർഗീവ് us our sins as we forgive those who sins against us. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു സെയിങ്സ് ബൈബിളിലുള്ളത്, നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ പൊറുക്കുക. അതേപോലെ തന്നെ നമുക്കെതിരെ നമുക്കെതിരെ ആരെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും നമ്മൾ പൊറുക്കണം. നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മളോട് ചെയ്തിട്ടുള്ള പാപങ്ങളോടും നമ്മൾ പൊറുക്കണം. ഇതാണ് പ്രെയർ, ക്രിസ്ത്യാനിറ്റിയിലെ പ്രെയറാണിത്. ദെർഫോർ ഓണസ്റ്റി, ഫോർഗിവ്നെസ് ആൻഡ് ഫ്രീഡം ടു മേക്ക് ചോയ്സ്
ദീസ് ആർ ദ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വാല്യൂസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ ഫ്രീഡം ടു ചോയ്സും ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അതേപോലെ ഹോണസ്റ്റി, ഫോർഗിവ്നെസ് എല്ലാം പ്രധാനപ്പെട്ട വാല്യൂസാണ്. നെക്സ്റ്റ് മോഡേൺ ഇന്ത്യൻ ഫിലോസഫി. 19th century AD വിത്ത് there are major religious reforms movements in India. സോ അവിടെ മോഡേൺ ഇന്ത്യൻ ഫിലോസഫിയിൽ പ്രധാനമായിട്ട് വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ റീഫോർമേഷൻ. അതിൽ ഫസ്റ്റ് ടൈം ഇന്ത്യൻ വാസ് എക്സ്പോസ്ഡ് ടു ദ ലിബറൽ വെസ്റ്റേൺ ഫിലോസഫി ഓഫ് ബെന്താം, മിൽ ആൻഡ് ലോക്കെ. ഫസ്റ്റ് ഇന്ത്യൻസിന് അറിയുന്നത് ഫിലോസഫി എന്ന് പറയുന്ന ബെന്തം, മിൽ ആൻഡ് ലോക്കയുടെ വെസ്റ്റേൺ ഫിലോസഫിയാണ്. എ പയനിയർ ഓഫ് ബംഗാൾ റിനൈസൻസ്, രാജാറാം മോഹൻ റോയ് സെറ്റപ്പ് ബ്രഹ്മസമാജ് സെറ്റപ്പ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. ബംഗാൾ വിപ്ലവത്തിൻ്റെ പിതാവാണ് ബംഗാളിൽ നടത്തിയിട്ടുള്ള വിപ്ലവം. Those who contributed to Indian philosophy is the 20th century were Rabindranath Tagore, Muhammad Iqbal, Aurobindo Ghosh, Mahatma Gandhi, Dr. S. Radhakrishnan, Rabindranath Tagore. So പ്രധാനപ്പെട്ട മോഡേൺ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്, അതേപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ഇങ്ങനെയുള്ള ആൾക്കാരാണ്. സോ ദ മെയിനായിട്ട് രവീന്ദ്രനാഥ ടാഗോർ പ്ലേസ്ഡ് ലവ് എബവ് ഗോഡ്, ദൈവത്തിനേക്കാൾ വലുത് സ്നേഹമാണ്, ലവ് എബവ് നോളേജ്, അറിവിനേക്കാൾ വലുതാണ് സ്നേഹം എന്ന് പറഞ്ഞതാണ് രവീന്ദ്രനാഥ് ടാഗോർ. അതേപോലെ തന്നെ സൊസൈറ്റി എബവ് ദ സ്റ്റേറ്റ്, രാജ്യത്തിനേക്കാൾ വലുത് സൊസൈറ്റിയാണ്. രാജ്യത്തിനകത്ത് വരുന്ന ജനങ്ങളും എല്ലാവരും ചേർന്ന സൊസൈറ്റിയാണ് രാജ്യത്തിനേക്കാൾ വലുത് എന്ന് ആണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധി ഫേർമലി ബിലീവ്സ് ട്രൂത്ത് ഈസ് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് നോട്ട് ഗോഡ് ഈസ് ട്രൂത്ത്. മഹാത്മാഗാന്ധിയുടെ ഫിലോസഫി എന്ന് പറയുന്നത് സത്യം ദൈവമാണ്, പക്ഷെ ദൈവം സത്യമല്ല. ദൈവം സത്യമാണെന്നല്ല, സത്യമാണ് ദൈവം എന്നാണ് കറക്റ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. സത്യമാണ് ദൈവം. സോ ഹി ലീവ്ഡ് ഔട്ട് ഹിസ് പ്രിൻസിപ്പിൾ ഓഫ് അഹിംസ ഓർ നോൺ വയലൻസ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അഹിംസയാണ്, നോൺ വയലൻസ് ആണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ആരെയും വിഷമിപ്പിക്കരുത്, ചിന്ത കൊണ്ടോ വിഷമിപ്പിക്കാൻ പാടില്ല എന്നാണ് അഹിംസയുടെ പ്രിൻസിപ്പിൾ. ദെൻ he used effectively in politics and in his fight social, economical and political injustice. അദ്ദേഹം ഇതേപോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്, അഹിംസ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. അതേപോലെ പൊളിറ്റിക്സിൽ അദ്ദേഹം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻജസ്റ്റിസിനെതിരെയെല്ലാം അദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട്. The value of rationalism, equality, individualism underlying Western philosophy influenced modern Indian thinkers. So, equality പോലുള്ള കോൺസെപ്റ്റൊക്കെ മോഡേൺ ഇന്ത്യൻ തിങ്കേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ oneness of God, love, service, perfection, truth, non-violence are essential values of modern philosophy. മോഡേൺ ഫിലോസഫിയിൽ പ്രധാനപ്പെട്ട വാല്യൂസ് പിന്നെ വൺനെസ് ഓഫ് ഗോഡ്, ദൈവം ഒന്നാണ്. അതേപോലെ സ്നേഹം, സേവനം, പെർഫെക്ഷൻ, ട്രൂത്ത്, നോൺ വയലൻസ്, ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട വാല്യൂസ്. മോഡേൺ ഇന്ത്യൻ ഫിലോസഫിയിൽ വാല്യൂസാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. സോ ദീസ് ആർ ദ കംപ്ലീറ്റ് ടോപ്പിക് ഓഫ് സെക്കൻഡ് മൊഡ്യൂൾ. സോ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് ബ്ലോക്ക് 2 സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സോ നമ്മളിവിടെ പഠിച്ചത് ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്, ഇന്ത്യൻ ഫിലോസഫിയിലെ ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് ഇന്ത്യൻ തോട്ട്സാണ് നമ്മൾ പഠിച്ചത്.